ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ മനുഷ്യരാശിയുടെ തന്നെ ഡെവലപ്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളിപ്പോൾ ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 1000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ജീവിതത്തെ കൂടുതലും നിയന്ത്രിച്ചിരുന്നത് മതങ്ങളായിരുന്നു, റിലീജിയൻസ് ആയിരുന്നു. ഓരോ മതങ്ങളും പറയുന്ന നിയമങ്ങളനുസരിച്ച് നമ്മുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് റിലീജിയനായിരുന്നു, മതങ്ങളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് ആ സമയത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നത് തന്നെ സൂര്യൻ എന്ത് ചെയ്യുന്നു, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുവെന്നാണ്. രാവിലെ നമ്മൾ കിഴക്ക് കാണുന്നു, വൈകിട്ട് പടിഞ്ഞാറ് കാണുന്നു, രാത്രി സൂര്യൻ ഭൂമിയുടെ അടിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടാകാം എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. മതങ്ങളും അതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെതിരെ ആദ്യമായി പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് ഗലീലിയോ ഗലീലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഭൂമിക്ക് ചുറ്റുമല്ല സൂര്യന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ അതിന് നമ്മൾ ജയിലിലിട്ടു. പക്ഷേ പിന്നെ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു, നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്ലാനറ്റ്സ് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണ് സയൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖ, സയൻസ് എന്ന് പറയുന്നത് ഉടലെടുക്കുന്നതും. പിന്നെ നമ്മൾ റിലീജിയനിൽ നിന്ന് ഒരു ഷിഫ്റ്റ് തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ പോയ 1-2 സെഞ്ചുറികളായിട്ട്, ഇപ്പോൾ പോയ നൂറ്റാണ്ടിലെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൂടുതലും നിയന്ത്രിക്കുന്നത് ആരായിട്ട് മാറി, സയൻസിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും ഡിസിഷൻസും പലതും സയൻസിന് ആനുപാതികമായി മാറാൻ തുടങ്ങി. അപ്പോൾ റിലീജിയനിൽ നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന അവസാന വാക്കെന്ന് പറയുന്നത് സയൻറ്റിഫിക് ഡിസ്കവറി, സയൻസ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്നോളജീസ് ആയാലും പിന്നെ സ്പേസിലുള്ള സയൻസുകളായാലും നമ്മൾ ഏതൊരു കാര്യങ്ങളും നമ്മൾ സയൻസായി അവസാന വാക്ക്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പോയ ഒരു 20-30 വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായ ചില പുതിയ ഡെവലപ്മെൻറ്റ്സ്. ഒരെണ്ണം ക്വാണ്ടം ഫിസിക്സ്, പിന്നെ ജെനറ്റിക്സിൽ ഉണ്ടായ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണുന്ന സയൻസിന്, നമ്മൾ പഠിച്ച സയൻസിനും അപ്പുറം നമുക്ക് അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, സയൻസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനാണ് ഇപ്പോൾ പോയ വർഷത്തെ നോബൽ സമ്മാനം തന്നെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, ആ ഫിനോമിനോണിൽ നോബൽ സമ്മാനം തന്നെ. അതിലെന്താണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന്, നമ്മൾ ഈ കാണുന്ന നമ്മുടെ മുന്നിലുള്ള ഈ ലോകം റിയൽ അല്ല എന്നുള്ള ആ ഒരു കാര്യത്തെ മനസ്സിലാക്കിയതിനാണ് ഈ പോയ വർഷം നമുക്ക് സയൻറ്റിസ്റ്റിന് കിട്ടിയ നോബൽ സമ്മാനം തന്നെ. അതായിരുന്നു ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, അതായത് ക്വാണ്ടം ഫിസിക്സിലുള്ള ഒരു ഫിനോമിനോണാണ്. അപ്പോൾ അതുപോലെ തന്നെ ജെനറ്റിക്സ്, ജെനറ്റിക്സിലുണ്ടായ ചില ഡെവലപ്മെൻറ്റ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു 99.99% കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത, സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഉള്ളത് എന്നാണ് നമുക്ക് ഈ ഉണ്ടായ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് അതിനെപ്പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഞാൻ എന്തിലേക്ക് പോകുന്നു, എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ ഒരു കാര്യം അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജെനറ്റിക്സ് നിങ്ങൾക്കറിയാം, ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഓരോ സ്പീഷീസിനെയും അതാക്കി മാറ്റുന്ന ചില ജെനറ്റിക് കോഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ മനുഷ്യരുടെ കാര്യമെടുത്താൽ അവനിൽ 23 ജോഡി ക്രോമസോമുകളുണ്ട്. അതിനകത്ത്, ക്രോമസോമുകൾക്കകത്ത് ജീനുകളുണ്ട്. ഒരു മനുഷ്യൻ്റെ ശരീരം എടുത്താൽ ഏകദേശം 30,000-ഓളം ജീനുണ്ട്, ജനറ്റിക് കോഡുണ്ട്. ആ ജനറ്റിക് കോഡിനകത്ത് എത്രയാണ്, DNA ഉണ്ട്. DNA എന്ന് പറയുന്ന ഒരു മനുഷ്യ ശരീരത്ത് ഏകദേശം 3 ബില്യൺ എന്ന് പറയുമ്പോൾ 10⁹9, 3 × 10⁹9 DNA ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ അവനാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ വേറൊരു സ്പീഷീസ്, ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ എലഫൻറ്റ്, ഒരു ആനയെ അതാക്കുന്നത് അതിൻ്റെ ജനറ്റിക് കോഡാണ്. അല്ലെങ്കിൽ ഒരു കുതിരയെ അതാക്കി മാറ്റുന്നത് അതിൻ്റെ ജനറ്റിക് കോഡാണ്. അപ്പോൾ ഈ
നമ്മൾ പറഞ്ഞ് ക്രോമസോം, DNA, അതുപോലെ തന്നെ ജീൻസ്, ഇതെല്ലാം ആണ് ഓരോ സ്പീഷീസിൻ്റെയും സ്വഭാവ ഗുണങ്ങളെ നിർണ്ണയിക്കുന്നത്. അതാണ് നമ്മൾ ജനറ്റിക്സിൽ പഠിക്കുന്നത്. പക്ഷേ ഈ പോയ ഒരു 10-20 വർഷമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ്: നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി DNA അല്ല നിർണ്ണയിക്കുന്നതെന്നാണ്. DNA ഈസ് നോട്ട് യുവർ ഡെസ്റ്റിനി. അതാണ് എപ്പിജനറ്റിക്സ്. DNA ഈസ് നോട്ട് യുവർ DNA ഈസ് നോട്ട് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ DNA അല്ല, നിങ്ങളുടെ ജനറ്റിക് കോഡല്ല, അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ ജനിച്ച സാഹചര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എപ്പിജനറ്റിക്സ് പറയുന്നത്. അപ്പോൾ എന്താണ് എപ്പിജനറ്റിക്സ്? എപ്പിജനറ്റിക്സ്, എപ്പി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. എപ്പി മീൻസ് എബവ്. അതിനും എബവ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്സിനും മുകളിലാണ് നിങ്ങളുടെ ട്രെയ്റ്റ്സ്. അപ്പോൾ ഇത് കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ 2 എക്സാമ്പിൾസ് പറയുന്നു. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ശരീരത്ത് ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. നിങ്ങൾ ഒരൊറ്റ സെല്ലിൽ നിന്നാണ് ഇതിലേക്ക് എത്തിയെന്നുള്ള ഒരു മിസ്റ്ററി തന്നെയുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് സൈഗോട്ട്, ഒരു സ്പേമും ഒരു എഗ്ഗും കൂടെ കമ്പൈൻ ചെയ്തുണ്ടായ സൈഗോട്ട് എന്ന് പറയുന്ന ഒരൊറ്റ സെല്ലിൽ നിന്നാണ് നിങ്ങൾ ഈ ട്രില്യൺ സെൽസിലേക്ക് മാറി എന്നുള്ള കാര്യം തന്നെ വലിയൊരു മിസ്റ്ററിയാണ്. നമുക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ നിങ്ങളുടെ ശരീരത്തിലുള്ള ട്രില്യൺസ് ഓഫ് സെൽസിൽ ഞാൻ പറയാൻ വന്നത്, ഞാൻ വിട്ടുപോയി ഇതിനിടയ്ക്ക്. നമ്മൾ എപ്പിജനറ്റിക്സ്, എബവ് ജനറ്റിക്സ്. അപ്പോൾ ഈ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ എത്രയാണ് ട്രില്യൺസ് ഓഫ് സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എടുത്താൽ ഒരാളുടെ ശരീരത്തിലുള്ള ഈ എല്ലാ സെല്ലുകളുടെയും ജനറ്റിക് കോഡ് സെയിം ആയിരിക്കും. ഒരേ ജനറ്റിക് കോഡുള്ളതാണ്. നമ്മുടെ എല്ലാ സെൽസിൻ്റെയും ജനറ്റിക് കോഡ് സെയിം ആണ് ഒരാളെടുക്കുകയാണെങ്കിൽ ഒരാളുടെ. പക്ഷേ നമ്മുടെ കിഡ്നിയിലുള്ള സെല്ലിനെ പോലെ അല്ല ലിവറിലുള്ള സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്കിന്നിലുള്ള സെല്ലിനെ പോലെ അല്ല ബ്രെയിനിലുള്ള സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. ഈ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ജനറ്റിക്സിന് മുകളിലാണ്. ഇത് എപ്പിജനറ്റിക്സിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ നഖത്തിലുള്ള സെല്ലിനെ പോലെ അല്ല ആര് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഹെയറിലുള്ള സെല്ല് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ നഖത്തിലുള്ള സെല്ലിനും ഹെയറിലുള്ള സെല്ലിനും ഒരേ ജനറ്റിക് കോഡാണുള്ളത്. അപ്പോൾ ഈ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് തന്നെ ജനറ്റിക്സിന് മുകളിലാണ്. എബവ് ജനറ്റിക്സ്, എപ്പിജനറ്റിക്സ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ക്രൊക്കഡൈൽസ്, അതായത് ഈ ചീങ്കണ്ണി, മുതല, അവരുടെ കുട്ടി, ആ കുഞ്ഞിൻ്റെ പുതിയ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ആണാണോ പെണ്ണാണോ എന്നതിൻ്റെ നിർണ്ണയിക്കുന്നത് ക്രോമസോംസ് അല്ല. ഇപ്പോൾ നമുക്കറിയാം മനുഷ്യരിൽ ആ ഒരു Y ക്രോമസോമിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് അത് ആണായിട്ട് മാറുകയും പെണ്ണായിട്ട് മാറുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു ക്രൊക്കഡൈലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുട്ട വിരിയുന്ന ടെമ്പറേച്ചറാണ് എന്തിനെ നിർണ്ണയിക്കുന്നത്, ആ പുതിയ കുട്ടി ആണാണോ പെണ്ണായോ വരുന്നതിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് വേറൊരു എക്സാമ്പിളാണ് എപ്പിജനറ്റിക്സിന്. ജനറ്റിക് കോഡല്ല അതിന് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. ഇപ്പോൾ നമുക്കറിയാം എക്സ് ക്രോമസോം, ഒരു ക്രോമസോം XX ആണ് വരുന്നതെങ്കിൽ പെൺകുട്ടിയെന്നും XY ആണ് വരുന്നതെങ്കിൽ അത് ആൺകുട്ടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ക്രൊക്കഡൈൽസിൻ്റെ കാര്യത്തിൽ, മുതല, ചീങ്കണ്ണി, ഇവരുടെ കാര്യത്തിൽ ആ ടെമ്പറേച്ചറാണ് അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള കാര്യത്തെ നിർണ്ണയിക്കുന്നത്. ഇത് വേറൊരു എക്സാമ്പിളാണ് എപ്പിജനറ്റിക്സിന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് കോഡിനും അപ്പുറം നമുക്ക് നമ്മുടെ ഹാബിറ്റ്സുകളെ, നമ്മുടെ ക്യാരക്ടേഴ്സിനെ മാറ്റാൻ കഴിയും. ഇപ്പം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ
വളർന്നു വന്ന സാഹചര്യങ്ങളോ നിങ്ങൾ ജനിച്ച നിങ്ങളുടെ അതായത് DNA നിങ്ങളുടെ പേരൻസ് നിന്ന് കിട്ടിയ DNA ഇറ്റ്സ് നോട്ട് യുവർ ഡെസ്റ്റിനി. അതല്ല നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്, അതല്ല നിങ്ങളെ നിർണ്ണയിക്കുന്നത്. അതിനു മുകളിൽ നിങ്ങൾക്ക് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളതാണ് എപ്പിജെനറ്റിക്സ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ അതിനുള്ളൊരു അടുത്തൊരു എക്സാമ്പിൾ ഇതിൽ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം സാധ്യമാക്കുന്നത് DNA മെഥൈലേഷൻ എന്ന് പറയുന്ന ഒരു രാസപ്രവർത്തനം വഴിയാണ്. DNA മെഥൈലേഷൻ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ഇമോഷൻസും കെമിക്കൽസ് വഴിയാണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നിങ്ങൾ ഹാപ്പി ആകുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകും, നിങ്ങൾ വിഷമിക്കുമ്പോൾ വേറൊരു, എല്ലാം കെമിക്കൽസിന് ബേസ്ഡ് ആണ്. ബ്രെയിനും ശരീരവും ക്രിയേറ്റ് ചെയ്യുന്ന കെമിക്കൽസാണ് നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ എല്ലാം നിർണ്ണയിക്കുന്നത്. അപ്പോൾ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന കാര്യം സാധ്യമാകുന്നത് DNA മെഥൈലേഷൻ എന്ന് പറയും. മീഥൈൻ നിങ്ങൾക്കറിയാം, കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെഥൈലേഷൻ എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH3 ആണ്. അപ്പോൾ ഈ CH3 ഗ്രൂപ്പിനെ ഒരു സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഥൈലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, CH3 ഗ്രൂപ്പിനെ ഒരു സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്യുന്നതാണ് മെഥൈലേഷൻ. അപ്പോൾ ഇനി ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലേക്ക് വരാം. ഇപ്പോൾ ഒരാൾ പുകവലിക്കാരനാണെന്ന് വയ്ക്കാം, വേറൊരാൾ പുക വലിക്കാത്ത ആളാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജനറ്റിക് കോഡ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ പുക വലിക്കുന്ന ആളിൽ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ജീനിൽ ഉണ്ടാകുന്ന ഈ DNA മെഥൈലേഷൻ, ഈ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത് കുറയപ്പെടും. ആഡ് ചെയ്യുന്ന അത് അയാളുടെ ജനറ്റിക് കോഡ് അനലൈസ് ചെയ്താൽ അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഈ പുകവലി അയാൾ കൂടുന്നതിനനുസരിച്ച് ആ DNA മെഥൈലേഷൻ പർട്ടിക്കുലർ ജീൻസ് ആൻഡ് DNA, അതിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, എനിക്കറിയില്ല, ഞാനത് ഓർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഈ DNA മെഥൈലേഷൻ ആ പർട്ടിക്കുലർ ജീൻസിൽ കുറഞ്ഞു വരും. ഇയാളെ ഒരു ഭയങ്കര പുകവലിക്കാരനായി മാറുമ്പോൾ അത് ഏറ്റവും കുറയും. ഇനി ഇത് വീണ്ടും നമ്മൾ റിവേഴ്സ് ചെയ്യണം. അയാളുടെ പുകവലി അയാൾ കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും ഈ DNA മെഥൈലേഷൻ അത് കൂടി വരും അയാളുടെ DNAയിലും ജീൻസിലും. അപ്പം നിങ്ങൾ ഓരോ ഹാബിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ജനറ്റിക് ലെവലിൽ DNA-യിൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും അതിൽ ഉണ്ടാകുന്ന DNA മെഥൈലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ആ മീഥൈൽ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ആഡ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ DNA ലെവലിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ DNA ജനറ്റിക് കോഡ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ ചില പ്രോട്ടീൻസ്, ചില കെമിക്കൽസ് ഇങ്ങനെ ആഡ് ചെയ്യപ്പെടുകയും നിങ്ങളിൽ ചേഞ്ച് ഉണ്ടാകും. നിങ്ങളുടെ ഹാബിറ്റ്സിൽ, നിങ്ങളുടെ ക്യാരക്ടേഴ്സിൽ ചേഞ്ച് ഉണ്ടാക്കാനും നിങ്ങൾക്ക് കഴിയും. അത് പോസിറ്റീവ് രീതിയിലും നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും, നിങ്ങൾക്ക് നെഗറ്റീവ് രീതിയിലും ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്ന്, നിങ്ങളുടെ പേരൻസിൽ നിന്ന് കിട്ടിയ DNA-യിൽ നിന്നോ, നിങ്ങൾ ഏത് സറൗണ്ടിങ്സിൽ നിങ്ങൾ ജനിച്ചോ, അതിൽ നിന്നെല്ലാം നിങ്ങളുടെ ജനറ്റിക്സിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് DNA ഈസ് നോട്ട് യുവർ ഡെസ്റ്റിനി എന്ന്. അതായത് നിങ്ങളുടെ ഭാവിയെ നിങ്ങളിപ്പോൾ വളർന്നു വന്ന സാഹചര്യം അത് വെച്ചല്ല, നിങ്ങൾക്ക് അതിന് മുകളിൽ നിങ്ങളുടെ ജനറ്റിക്സ് ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നാണ് എപ്പിജെനറ്റിക്സിൻ്റെ ഈ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് പറയുന്നത്. ഇനി എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ് എവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സ്കിന്നിലുള്ള സെല്ല് പോലെ അല്ല നിങ്ങളുടെ ബ്രെയിൻ സെല്ലിരിക്കുന്നത്. അപ്പോൾ അവിടെ സെയിം DNA ആണ്, പക്ഷേ അവിടെ ചില മെഥൈലേഷൻ ഡിഫറൻസ് ഉള്ളതായിരിക്കാം ഈ ചേഞ്ചസ് എല്ലാം ഉണ്ടാകുന്നത്. ചില കെമിസ്ട്രി, ആ കെമിക്കൽസാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് പല നിങ്ങളുടെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാം, നിങ്ങളുടെ
പല ഡിസീസുകൾ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാം. നിങ്ങൾ ആ രീതിയിൽ അതിനെ നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്താൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കാം നമുക്ക് ഈ എപ്പിജനറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അത് ഞാൻ നേരത്തെ ചെയ്ത ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജനറ്റിക്സിനെ ചേഞ്ച് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഏതൊരു കാര്യവും ചേഞ്ച് ചെയ്യുന്നതിനും നിങ്ങൾക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഫാനുണ്ട്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? അത് കറങ്ങുന്ന സ്പീഡ് അല്ലേ, അതിൽ നിന്നുണ്ടാകുന്ന കാറ്റ്. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? അതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി അല്ലേ. ആ ഇലക്ട്രിസിറ്റിയെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നതിനാണ് നിങ്ങൾ റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. സിമ്പിളാണ്. ഏതൊരു സിസ്റ്റത്തിൻ്റെയും ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻപുട്ട്. ഔട്ട്പുട്ട്, അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്തിനെ ആശ്രയിക്കുന്നു? ഇൻപുട്ടിനെ ആശ്രയിക്കുന്നു. അപ്പോൾ അതേ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജനറ്റിക്സിനെ ചേഞ്ച് ചെയ്യാനും നമ്മൾ ആരെ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇൻപുട്ട്സ്. നിങ്ങളൊരു ഹ്യൂമൻ എന്ന് പറയുന്ന ആ ഹ്യൂമൻ അതായത് ഒരു മനുഷ്യന് കൊടുക്കുന്ന ഇൻപുട്ടുകൾ, അതിനെ നിങ്ങൾ ഓപ്റ്റിമൈസ് ചെയ്താൽ, അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്ക് എപ്പിജനറ്റിക്സ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. നിങ്ങളുടെ ജനറ്റിക്സിന് മുകളിൽ നിങ്ങളെ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇൻപുട്സുകൾ എന്തൊക്കെയാണ്? കഴിക്കുന്ന ആഹാരം. നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്ത് ടൈപ്പ് ഫുഡാണ്, എപ്പോഴും ടൈമിങ്, അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെയാണോ നിങ്ങൾ വീണ്ടും കഴിക്കുന്നത്? നിങ്ങൾ കഴിക്കുന്ന ഫുഡുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോസസ്ഡ് ഫുഡുകൾ ഉപേക്ഷിക്കുക, കൂടുതൽ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് കൂടുതൽ കഴിക്കുക. ഇതെല്ലാം നിങ്ങളെ ജനറ്റിക്സിനെ മോൾഡ് ചെയ്യാൻ സഹായിക്കും. ഈവൻ നമ്മളിപ്പോൾ ലേറ്റസ്റ്റായിട്ട് കണ്ട ഡെവലപ്മെൻറ്റ്, ഈ അൽഷിമേഴ്സ് ഡിസീസ്, ഇതെല്ലാം നമ്മുടെ ഫുഡ്, നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന ഫുഡിന് ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റുകൾ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ രീതിയിൽ ചിന്തിക്കാം. ഇത്രയേ ഉള്ളൂ. ഞാനതൊരു സിമ്പിൾ പ്രോസസ്സ് വഴിയാണ് അതിനെ പറയുന്നത്. നിങ്ങളെന്ന് പറയുന്ന സിസ്റ്റത്തിൽ എന്തൊക്കെ ഇൻപുട്ടാണോ നിങ്ങൾ കൊടുക്കുന്ന അതായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻപുട്ട് ഞാൻ പറഞ്ഞു, ഫുഡ്. പിന്നെ നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ, നിങ്ങളുടെ ഓക്സിജൻ, അതിനുവേണ്ടി നിങ്ങൾക്ക് എക്സസൈസ്, നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ, നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഓക്സിജൻ കണ്ടൻറ്റ് നിങ്ങളുടെ ബോഡിയിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പിന്നെ നിങ്ങളുടെ സ്ട്രെസ് മിനിമൈസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ തോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു ദിവസം 90,000 തോട്ട്സ് നിങ്ങളുടെ ബ്രെയിനിലൂടെ കടന്നു പോകും. അതിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ, പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഇമോഷൻസ്, ലവ്, അങ്ങനെയുള്ള കമ്പാഷൻ, ഇങ്ങനെയുള്ള ഇമോഷൻസ്, അത് വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിങ്ങളുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ ബ്രെയിനിലൂടെ നെഗറ്റീവ് ഇമോഷൻസ്, ഹേട്രഡ്, ജലസ്, ഗ്രീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ നെഗറ്റീവ് ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിങ്ങളുടെ ഹെൽത്തിനെ അത് വീണ്ടും ഇല്ലാതാക്കും. അപ്പോൾ തോട്ട്സ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിപ്പോൾ എല്ലാ റിലീജിയൻസിൻ്റെയും പാർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ, ബ്രീത്തിങ് എക്സസൈസ്, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഓക്സിജൻ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിലെ ഇൻപുട്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്താൽ നിങ്ങളുടെ ജനറ്റിക്സിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യിപ്പിക്കാം എന്നാണ് എപ്പിജനറ്റിക്സ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. വേറെ ഇതിൽ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഓർക്കേണ്ടത്. ഓക്കെ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്.